ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ, ആരാധിച്ചിടാം താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല. ആരാധിച്ചിടാം താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പ്രിയപ്പെട്ടവരെ, ഇത് ഉടമ്പടി ധ്യാനം തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലാണ് ഉടമ്പടി ധ്യാനം നടത്തുന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു, അതിന് പ്രത്യേക ദിവസമുണ്ടായിരുന്നു, ചൊവ്വാഴ്ച. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം 10,000 മനുഷ്യരിവിടെ വന്ന് നിറഞ്ഞ് വണ്ടി അപകടമൊക്കെ ഉണ്ടാക്കി ആകപ്പാട് അപകട മേഖലയെ കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കർത്താവ് മനസ്സിൽ തോന്നിക്കുന്ന ദിവസം ഉടമ്പടി ധ്യാനം നടത്തും. നമ്മളെ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ്. ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉടമ്പടി നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവൃത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. എന്താണ്? എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ടു പോകരുത്. കാര്യം ടച്ച് വിട്ട് പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും. കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക, ദൈവം അതെപ്പോഴാണ് തരിക, എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഇതേക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം പക്ഷേ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട്, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വളരെ രസകരമായ സാക്ഷ്യമാണ്. ആ ചേച്ചിക്ക് അവർ ഉടമ്പടിയിലായതുകൊണ്ട് അവരെന്താ ചെയ്യണത്? സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. 2 സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അത് ടച്ച് വിട്ടു പോകാതിരിക്കാനാണ്. കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയാണ്. അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പടിയുടെ ഒരുക്കത്തിലാണ്, ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ്, അവർ കേട്ട സാക്ഷ്യം ഇതാണ്: വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി. അതാണൊരു സാക്ഷ്യം. അപ്പം ആൾക്കാർക്കൊക്കെ ഒരു 10,000 പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കാർ കയറുമല്ലോ, ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ, ഇത് നിങ്ങൾ തള്ളിക്കളയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം 1 by 1 ആയിട്ട് കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ്. പക്ഷേ വഴി അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ്. കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്, അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ്, തവം, കണ്ണൂർ. അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ്. അപ്പോൾ വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത്. അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട്, നമ്മളതിൽ നടക്കും, നമുക്ക് വയൽ പ്രശ്നമല്ല. പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം, കൊല്ലമല്ല, ആലപ്പുഴ, കൊച്ചി,
വടക്കം പറവൂർ അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട്. ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മളെ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൻ്റെ നടുക്കാണ്. ദാറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല, അല്ല അടിക്കണക്കിനല്ല അവർ പറയണത്, 200 മീറ്റർ. ദാറ്റ് മീൻസ് ഒരു 600 അടിയോളം വഴി നടക്കണം. വീടിൻ്റെ വാതിക്ക് റോഡിൽ നിന്ന് 600 അടി അല്ലെങ്കിൽ 200 മീറ്ററോളം നടക്കണം വയലിലൂടെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും. നമ്മൾ പൂഴിയാണെന്ന് മണ്ണെന്ന് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറയുന്നത് പൂഴിയെന്നാണ്. ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ചെളി എന്ന് പറഞ്ഞാൽ ചെളി പൊതഞ്ഞ ചെളിയാണ്, പാടത്തെ ചെളിയാണ്. ഇപ്പം ചെളിയിൽ ചവിട്ടിയാണ് ഇവർ നടക്കണത്. ഇപ്പം വീട്ടമ്മച്ചി പറയണത് അവർക്ക് ഞാൻ അധികം പുറത്ത് പോകാറില്ല, പക്ഷെ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ്. നിര വെളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മുഖമൊക്കെ തന്നെ മാറും. കാര്യം എന്താണ്? ഈ ചെളി ചവിട്ടി പോകണ്ടേ, തിരിച്ച് ചെളി ചവിട്ടി വരണം. 1 മീറ്ററും 10 മീറ്ററൊന്നും അല്ലല്ലേ, 100-200 മീറ്റർ നടക്കണ്ടേ. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടോടുകൂടി അവർ അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല. വഴിയുടെ കാര്യം ഇവർ ഉടമ്പടിയിൽ വെച്ചു. എന്നുവെച്ചാൽ വഴിയുടെ കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും. വല്ലാത്ത ഗൈഡൻസാണ്. നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും. അത് ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ. പിന്നെ മാറത്തില്ല, മനുഷ്യൻ മാറത്തില്ല. അത്രക്ക് സുന്ദരമാണ്. അപ്പോൾ ഇവരിത് ഇവർക്കിപ്പോൾ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങളെ, ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കണത്? അത് ഉടമ്പടിയിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതിനെന്താ ദൈവം ചെയ്തത്? ഒരു സാക്ഷ്യം കേൾപ്പിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം, 200 മീറ്റർ വഴി, നാട്ടുകാരുടെ പുരയിടമാണ്, വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരയിടമാണ്. അവിടെ 200 മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ? അതൊരിക്കലും ഇല്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത്? റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 89-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 89:11 വായിച്ചോളൂ. ആകാശം അങ്ങയുടേതാണ്. പ്രാർത്ഥിച്ചേ. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ, ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. അപ്പം മാസ്റ്റർ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. വിശ്വാസിയുടെ ആസ്തി അതാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയും ഇരിക്കണത്. കൈ ഇടിച്ച് കിടത്താനും സ്തുതികളെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വിശ്വാസി, നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്കാരൊക്കെ ഉണ്ട്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്പദങ്ങൾ എന്താണ്? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം, ആശ്രയം. അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കുണ്ടാകണം. വിശ്വാസമാണ് ഏൺ ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മൾ ഏൺ ചെയ്യണത് അത് മറ്റുള്ളവരുടെയും പുരയിടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും
അതിൻ്റെ 2-ാമത്തെ വചനം വായിച്ചേ. ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാസ്റ്റർ കൺട്രോള്. അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വിശ്വാസം തുറന്ന് തരുന്നത്. വിശ്വാസം തുറന്ന് തരണത് അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗലാത്യരുടെ ലേഖനം ഇന്ന് വായിച്ച സുവിശേഷമാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷയെന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെളിപാടുകൾ. സെൻറ്റ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ്റ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് ആ മനുഷ്യൻ കണ്ണീരോടെ കർത്താവോട് പ്രാർത്ഥിച്ചു. യഹൂദന്മാർക്കല്ലേ നിയമങ്ങൾ നൽകപ്പെട്ടത്, അവർക്കല്ലേ അത് പാലിക്കാനുള്ള തീഷ്ണതയും സൂക്ഷ്മതയും ഉള്ളത്. സാധാരണ യഹൂദന്മാർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? അങ്ങനെ പിന്നെ ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? ക്രിസ്തു എല്ലാമല്ലേ? എല്ലാമായ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ക്രിസ്തു എല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് സെൻറ്റ് പോളിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോൾ സെൻറ്റ് പോളിനോട് പറഞ്ഞതാണ് വിശ്വാസമാണ് വരി, നിയമത്തെക്കാൾ വലുതാണ് വിശ്വാസം. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. ഗലാത്യ 3:5. ഗലാത്യ ലേഖനം 3:5. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും ഏറ്റുപറഞ്ഞ് നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അതാണ്. അപ്പോഴ് നിയമാനുഷ്ഠാനം നൽകപ്പെട്ടത് കൊണ്ടല്ല, അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസിച്ചത് കൊണ്ടാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് എൻ്റെ ഉടമസ്ഥൻ. ഈ ആസ്തിയെല്ലാം അവൻ്റെതാണ്, അവൻ്റെ കയ്യിലുള്ളതാണ്. എപ്പോഴായാലും ആരുടെ കയ്യിലുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തരും. വേണ്ട സമയം ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് വേണ്ട സമയം. കാര്യം നിങ്ങൾക്കെല്ലാം വേണ്ട ഓരോ സമയമുണ്ട്, ഓരോ കാര്യവും വേണ്ട സമയമുണ്ട്. വേണ്ട സമയമാണ് ദൈവം. സമയമെന്നല്ല ബൈബിൾ പറയണത്. ഹെബ്രായർ 4:16. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നൽകണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ആ വചനം അടിപൊളി വചനമാണ്. ഒറ്റ വചനം, ക്യാപിറ്റൽ വേർഡ് മദർ വേർഡാണ്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് വേർഡാണ്. വചനത്തിൻ്റെ അകത്ത് പലതരം വചനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഈ കിളികളെ വളർത്തുക, മീൻ വളർത്തുക, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ അക്വേറിയത്തിൽ ചില വലിയ അക്വേറിയങ്ങളൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ മീൻ വാങ്ങിക്കും അവിടുന്ന്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഇന്നതിൻ്റെ മീനെന്നൊക്കെ പറയുന്നത് അവൾ ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള മീൻ. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനൊക്കെ എതിരെ മനുഷ്യാവകാശ പോരാട്ടം മാത്രമല്ലല്ലോ, ഒരു പരിസ്ഥിതി പോരാട്ടമുണ്ട് അതിൻ്റെ പിന്നിലെ. കാരണം ഞാൻ 76 വിഴിഞ്ഞത്തും അതുപോലെ കോവളത്തുമൊക്കെ ചെന്നിട്ട് കടലിലിറങ്ങി മീൻ പിടിച്ചിട്ടുള്ളതാണ്, തോർത്തുകൊണ്ട് കോരി. അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന മീനെന്നൊക്കെ പറഞ്ഞതേ മഴവില്ലിനേക്കാൾ മനോഹരമായ 10,000-കണക്കിന് മീനുകളുടെ ഒരു പരിസ്ഥിതി ആവാസ വ്യവസ്ഥയാണ് വലിയ തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് അന്യാധീനപ്പെടുത്തി കളയണത്. ആ സ്വത്ത് എത്ര കപ്പലിൻ്റെ ചരക്കിറക്കിയാലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല.
ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, ലോകം മുഴുവനുള്ള ലോകം മുഴുവനുള്ള അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യന് വേണ്ടി വിഭാവന ചെയ്ത പരിസ്ഥിതി സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളയുന്ന ലാഭക്കൊതിയുടെ കോർപ്പറേറ്റ് വികസനങ്ങളെ അങ്ങ് തന്നെ പ്രതിരോധിക്കണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാവരം നൽകപ്പെടുന്നത് എപ്പോഴാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ബൈബിള്. എപ്പോഴാണത്? വേണ്ട സമയത്ത്. ഈ സമയം ആരാണ് ഡിക്റ്റേറ്റ് ചെയ്യണത്? നമുക്ക് ഈ സമയത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. നമുക്ക് ഈ സമയത്തെക്കുറിച്ച് കാര്യം എന്താണ്? വേണ്ട സമയം. ഹെബ്രായർ 4:6. വേണ്ട സമയത്ത് എന്താ നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടിയില്ലാതെ നടക്കത്തില്ല. എന്താ പറയണത്? വേണ്ട സമയത്ത്. പറഞ്ഞേ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ കസേരയല്ല സിംഹാസന, വ്യത്യാസമുണ്ട്. കസേര ഇവിടെ ചറവ് പോലെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചൊരു കാര്യമില്ല. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന പല മധ്യസ്ഥ രംഗങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം കൃപാവരത്തിൻ്റെ കസേരകളാണ്, സിംഹാസനമല്ല. സിംഹാസനത്തിൽ തമ്മിൽ തിരിച്ചറിയണം വിഷയം. അധികം സിംഹാസനമൊന്നുമില്ല. ഉടമ്പടിയിൽ റിലേസ് ചെയ്യണത് ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടതുമേൽ ധ്യാനിക്കുക. അത് അവിടുത്തെ സിംഹാസനം. അത് മരിയൻ ത്രോണാണത്. അവരെ കണ്ടപ്പോഴാണ് പറയണത്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോഴേ നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം, പുത്രൻ തമ്പുരാൻ്റെ സിംഹാസനം, പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം, ത്രിത്വക ദൈവത്തിൻ്റെ ഇരിപ്പിടം. ഈ ഇരിപ്പിടങ്ങളിലേക്ക് പിന്നെ മനുഷ്യരാശിയുമായിട്ട് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് വളരെ അടുത്ത് പിന്നെ നിൽക്കുന്ന ഒരു സോഴ്സസ് എന്താ? മാധ്യശക്തി എന്താ? മറിയത്തിൻ്റെ മാധ്യശക്തിയാണ്. അതെന്താ കാര്യം? അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അതാണ് വിഷയം. അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ, മനുഷ്യൻ്റെ എല്ലാത്തരം ഇല്ലായ്മയുടെ അവസ്ഥകൾ, ആ ഇല്ലായ്മകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വിഗ്നതയുടെ അവസ്ഥകൾ ഒക്കെ വിവേചിക്കാനും സെൻസ് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരാളെയാണ് ദൈവം നമുക്ക് അമ്മയായി നൽകിയത്. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ വേണ്ട സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളും നമ്മൾ മറന്നു പോകും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും. പക്ഷേ വേണ്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാനുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അന്ത്യനിമിഷങ്ങളായിരിക്കും കർത്താവ് നിന്നെ ഇൻസ്പയർ ചെയ്യണത്. ഇപ്പം നീ കഴിഞ്ഞ ദിവസം റോഷ്യാൻ എന്നും പറഞ്ഞൊരു നല്ല എഡ്യൂക്കേറ്റഡ് ലേഡിയുടെ സാക്ഷ്യമുണ്ടായി. അവർ ഫിസിക്സ് MSc ആണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് തോമ്പടിക്കാരുതിയാണ്, കൊച്ചി. അവിടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അവർക്ക് നെറ്റ് എഴുതാം, ഗേറ്റ് എഴുതാം. പക്ഷേ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അക്കാലങ്ങളിലെല്ലാം അവർ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. 2 കൊല്ലം അങ്ങനെ ചുമ്മാ തള്ളിപ്പോയില്ല ആൾക്കാരുടെ. അതിനുശേഷം അവർ നെറ്റിലേക്കും ഗേറ്റിലേക്കൊക്കെ വർക്ക് ചെയ്തെങ്കിലും 2 പരീക്ഷ എഴുതിയവർ. പക്ഷേ എപ്പോഴും എബവ് 90% കവർ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിന്. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് എന്ന് പറയും. നമുക്കുള്ള കോൺഫിഡൻസ് ഇല്ലേ? കോൺഫിഡൻസ് ചില സമയത്ത് മെറിറ്റ് കർത്താവ് തന്നെ ഡാമേജ് ആക്കി കളയും. ദൈവത്തെ ഡിവൈൻ എൻട്രി ഉണ്ടാകുമ്പോൾ മെറിറ്റ് ഡാമേജ് ആകും. അതിൻ്റെ കാലാവസ്ഥ വ്യത്യാസമാണ്.
നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ജീവിത കാലാവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇത് സെൻസ് ചെയ്യാൻ നമുക്കൊരു വിശ്വാസിക്ക് പെട്ടെന്ന് കഴിയും. വിശ്വാസി അല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തന്നെത്താൻ പഴിച്ചുകൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചത് അവരുടെ പ്രോബ്ലം അവർക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ലേഡിയാണ്. കാര്യം എല്ലാം എപ്പോഴും എബവ് 90%, 95% സ്കോർ ചെയ്യുന്ന ആളാണ്. മാത്സിനും ഫിസിക്സിനും ഒക്കെ അത്ര ഇൻ്റലിജൻ്റ് ആണ് ആൾ. പക്ഷേ എന്താ അവരുടെ പ്രോബ്ലം? അവർക്ക് നെറ്റ് എഴുതാം, അല്ലെങ്കിൽ ഗേറ്റ് എഴുതാം, കോളേജിൽ പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക്. പക്ഷേ അല്ലെങ്കിൽ PhDക്ക് പോകാം. അപ്പോഴേ ഗേറ്റൊക്കെ എഴുതി അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കിട്ടും എന്ന് അവർക്ക് നല്ല കോൺഫിഡൻസാണ്. അത് കിട്ടും. കാര്യം എന്താണ്, അവർക്ക് ഇന്ന് വരെ അവർ കടന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ മുന്നേറ്റം, വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടില്ല. അതാണ് അവരുടെ പ്രീ ഹിസ്റ്ററി. ദൈവം ഈ പ്രീ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന കോൺഫിഡൻസിലെ കർത്താവിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആകും. ഇവർക്ക് എന്നാ സംഭവിച്ചു? ഒരു നെറ്റും എഴുതി ഗേറ്റും എഴുതി, അത്യാവശ്യം കോച്ചിങ്ങിനൊക്കെ പോയാൻ എഴുതിയത്. പക്ഷെ പരീക്ഷ കൊണ്ട് ചെല്ലുമ്പോഴേ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ കയ്യിൽ നിന്ന് വിട്ടുപോയാലേ ഇവർക്കൊരു ഭയങ്കര സങ്കടവും. കാര്യം ഇത്രയും സ്കോറിംഗ് ഉള്ള ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലേ ഈ നല്ല നല്ല കോൺഫിഡൻസിലേക്ക് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമൊക്കെ നല്ല സ്കോറിങ് ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് ഒരു തട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒന്നൊന്നര തട്ടായി പോകുന്നത്. പിന്നെ ഈ ആൾക്കാർ പൊങ്ങി വരാൻ പാടാണ് വിശ്വാസി അല്ലെങ്കിൽ. ഇവർ നിരാശ ഊശാന്താടിയൊക്കെ വളർത്തി ചുമ്മാ കഞ്ചാവൊക്കെ അടുക്കിട്ട് കണക്കിന് കാണാം. കാര്യം അവർ ജീവിതത്തിൽ പൊരുതി പരാജയപ്പെട്ടവരാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ തോറ്റാലും ദൈവം നീ ജയിച്ചുവോ നിശ്ചയിച്ചാൽ നീ ജയിച്ചതാണ്. കൈ ഇടിച്ച് കിടത്താൻ. പ്രഭാഷണ പുസ്തകമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. ഇത് ഉടമ്പടി വചനമാണ്. ഉടമ്പടി ആധ്യാത്മികത ഗർഭം ധരിച്ചിരിക്കുന്നൊരു വചനമാണിത്. ഒടുവിലാണ് പ്രഭാഷകൻ പ്രഭാഷകൻ 33:16. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേൾക്കുക. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഈ വചനം ഒന്ന് വായിച്ച്. ഇത് ഈ പ്രഭാഷണം 33:16 ഇപ്പം കർത്താവിൻ്റെ നാവിൽ തന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് നമ്പറൊന്നും കിട്ടാത്തത്. ഇത് ഡയറക്റ്റ് ഉടമ്പടി വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 ലിങ്കുള്ള വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യതയാലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയാലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? അത് ജനകോടികളുടെ വിശ്വാസാനുഭവമാണ് ശരിക്കും. എന്താണ്? ഒന്ന് പറഞ്ഞ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുൻപന്തിയിലെത്തിയെന്ന് പറയുമ്പോൾ എവിടെ എത്തിയെന്നായി പറയണത്? കൊയ്ത്തുകാരുടെ കൂട്ടത്തിൽ എത്തിയെന്നായി പറയണത്. മനസ്സിലായില്ലേ? പിടിയില്ലേ? താമസിച്ചാണ് എഴുന്നേറ്റത്, ബാക്കിലായി പോയി. കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കൊയ്ത്ത് പോകുമ്പോൾ കുറച്ച് സാധനം താഴെ വിട്ടുപോകും. അത് പാവത്തിനൊക്കെ ഉള്ള, ഇസ്രയേലിൽ പാവത്തിനൊക്കെ ഉള്ളതാണത്. പുറകെ റൂത്തൊക്കെ അങ്ങനെ കാലാപെറുക്കാൻ പോയ ആൾക്കാരാണ്. ബോവാസിൻ്റെ ഭാര്യ റൂത്തിൽ നിന്നല്ലേ ബോവാസിൽ നിന്നല്ലേ പിന്നീട് ജസ്സയിൽ നിന്ന് ദാവീദും യേശുക്രിസ്തുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന ആളാണ് റൂത്ത്. റൂത്ത് അറിയാമല്ലോ, മോവാബുകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് വലിയ കിട്ടാൻ യോഗ്യതയുള്ള ആളല്ല. മൊവാബ് ഇപ്പോൾ മോസസൊക്കെ അവസാനം മൊവാബിനെ കുറിച്ച് പറയണത്, മൊവാബ് എനിക്ക് കൈ കഴുകുന്ന ബേസനാണെന്നൊക്കെ അല്ലേ പറയണത്. കഴുകാൻ ഉപയോഗിക്കുന്ന ബേസനാണ് മൊവാബ് എന്നാണ് പറയണത്. എന്താ കാര്യം?
മോവാബ് ലോത്തിൻ്റെ പെൺമക്കളുടെ ഭാര്യ മക്കളുടെ സന്തതികളാണ്. അപ്പോൾ നോക്കിയേ, അതാണ് വിഷയം. മോസസിനും അത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. എന്താണ്? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പിള്ളേരാണെന്ന് മോവാബ്. അതാണ് മോസസ് പോലും മോവാബിനെ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുകയല്ലേ. മോവാബിനെ ആശീർവദിക്കുക പറയും, എനിക്ക് കൈ കഴുകാനുള്ള വെള്ളം അതിൻ്റെ ടബ്ബാണ് നീ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയണത് എന്താ കാര്യം? മോവാബിനെ അവർ അത്രയ്ക്ക് കുലീനമായിട്ട് കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റില്ലെന്ന്. ഈ മനുഷ്യന്മാരും മോസസ് ആയാലും ജോഷു ആയാലും അവർക്കെല്ലാം ഉള്ള ഒരു ഐഡിയ കുലീനത അല്ലെങ്കിൽ മെറിറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും. ദൈവം എപ്പോഴും വർക്ക് ചെയ്യണം മെറിറ്റിലല്ല. എന്താ പിന്നെ എങ്ങനെയാണ്? ഗ്രേസിലാണ് വർക്ക് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? റൂത്ത് കാലാപരക്കാൻ ചെന്നതാണ് ബോവാസിൻ്റെ ബാർലിപ്പാടത്ത്. പിന്നീട് റൂത്ത് മുമ്പിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജന്മിയുടെ ഭാര്യയായിട്ട് അവൾ മാറും. അവളിൽ നിന്ന് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് മുമ്പ് ഒരാളുണ്ട്. ജെസ്സയിൽ നിന്നാണ് പിന്നീട് ദാവീദിൻ്റെ വംശത്തിൽ ഈശോയൊക്കെ പിറക്കുന്നത്. എന്നൊക്കെ മോവാബിൽ നിന്ന് ഈശോയിലേക്കുള്ള ദൂരം കണ്ടില്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കൈ ഇടിച്ച് കർത്താൻ നമ്മൾക്ക് സ്വയമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പിക്കപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിസ്സഹായനായി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ആയിപ്പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാപറക്കുന്നവരെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. അവരുടെ കൂട്ടത്തിൽ പോലും, കാലാപറക്കുന്നവരുടെ കൂട്ടത്തിൽ പോലും ഞാൻ പിന്നിലാണ്. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെയുള്ള ഓപ്ഷൻ എന്താണ്? ഇനി എനിക്ക് സ്വന്തമായിട്ട് ഇതിനെ കവർ ചെയ്ത് മുന്നിലെത്താൻ പറ്റത്തില്ല. അപ്പോഴാണ് കർത്താവിൻ്റെ കൈകൾ വരണത്. കർത്താവ് എന്നെ പിക്കപ്പ് ചെയ്തെന്ന് കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ അവലംബങ്ങളും സ്വന്തം കഴിവും എല്ലാം 0 പോയിന്റിലേക്ക് വരുമ്പോൾ, എൻ്റെ വിശ്വാസി, നിനക്കുള്ള വചനം എന്താ? കർത്താവ് നിന്നെ പിക്കപ്പ് ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് നീ വന്നു. അപ്പോൾ പിന്നെ നീ എന്താ ചെയ്യേണ്ടത്? പിന്നെ നീ അവിടെ പോഴൊന്ന് മസിൽ പിടിക്കുന്നതിനേക്കാൾ ഉപരി ഒരു സെർവൻ മോഡിലേക്ക് വരണം. പിടികിട്ടിയ സെർവൻ മോഡെന്ന് പറഞ്ഞാൽ എന്താ? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞില്ലേ? ടേക്കണപ്പിന് മുമ്പ് ഇവരെ യഹൂദ ബാലികയായിരുന്ന മറിയത്തെ പെട്ടെന്ന് ഭൂസ്വലോക രാജ്ഞിയായി മുടിതിരിപ്പിക്കപ്പെടുന്ന പ്രോജക്റ്റിൻ്റെക്ക് ഇവരെ കോൾ ഫോർ ചെയ്തതിന് ശേഷം വല്ലാത്തൊരു ടേക്കണപ്പാണ് ചെയ്യണത്. അതിന് അമ്മയുടെ ബോധജ്ഞാന സിംഹാസനത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ആന്തരികമായ ജ്ഞാനമാണ്. മേരി പ്രൊക്ലെയിം ദ സെർവൻഷിപ്പ്. എന്താണ്? നിൻ്റെ ദാസ്യത നീ ഉദ്ഘോഷിക്കണം. അമ്മ പറഞ്ഞു, ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മൾ എന്തുകൊണ്ടാണ് പത്രമൊക്കെ ചുറ്റുകടന്ന് കൊടുക്കുന്നത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. നമ്മുടെ വിലയും നിലയൊക്കെ നോക്കുമ്പോൾ നാട്ടുകാർ, ഞാൻ ടീച്ചറാണ്, നിങ്ങളെ പ്രിൻസിപ്പളാണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടുന്ന് പത്രം കൊടുക്കാതെ ഉടമ്പടി പുതുക്കത്തില്ല. കൃത്യമല്ലേ? കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് എപ്പോൾ ചേഞ്ച് ചെയ്യുന്നു അപ്പോൾ മാത്രമേ ഉടമ്പടി കത്തത്തുള്ളൂ. ഉടമ്പടി കത്തണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം.
നിങ്ങളുടെ മസിലും പിടിച്ച് ഞാൻ ആനയാണ് കൂനയാണ് എൻ്റെ പപ്പാക്ക് ആന ഉണ്ടായതൊക്കെ പറഞ്ഞിരുന്നാൽ ഇരിക്കാവുന്നതല്ലാതെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ ദാസിയുടെ വിനീത അവസ്ഥ തർക്കം പാർക്കണം. ലൂക്ക 1:48 വർക്ക് ചെയ്യണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. 1:49 ലൂക്ക 1:49. അവൻ ശക്തനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. നിനക്ക് വലിയ കാര്യം ചെയ്യണ്ടേ? ദൈവം ശക്തനാണ്, വലിയ കാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്താ സംഭവം? നിനക്ക് പേഴ്സണലാകണ്ടേ? അത് നിൻ്റെ ജെട്ടി നടപടി മാറണ്ടേ? നിനക്ക് വീട് വെക്കണ്ടേ? നിനക്ക് 200 മീറ്റർ വഴി കിട്ടണ്ടേ? വലിയ കാര്യമല്ലേ? ശക്തനായവൻ എനിക്ക് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷെ നിനക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? അവിടെ നിൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഉടമ്പടി പ്രകാരം വലിയ കാര്യങ്ങൾ ചെയ്യാൻ അമ്മയെപ്പോലെ എന്നെ വിനീതമാക്കണമേ. കർത്താവിന്റെ ദാസനാക്കണമേ, കർത്താവിന്റെ ദാസിയാക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഡീപ്രമോഷൻ ഒരു വിഷയം, സ്റ്റാറ്റസ് ചേഞ്ചിങ് ഇതിൻ്റെ ഒരു മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. ഉടമ്പടി വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അത് ശ്രദ്ധിക്കണം. വളരെ തന്ത്രപരമായിട്ടാണ് ഉടമ്പടിയെ നിങ്ങൾ നേരിടേണ്ടത്. ഇവിടുന്ന് എന്തെങ്കിലും നിങ്ങൾക്കറിയാം, ഞാൻ ഈശോ എൻ്റെ മുമ്പിലുണ്ട്, അമ്മ എൻ്റെ പുറകിലുണ്ട്, ഞാൻ അങ്ങ് നടുക്ക് നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം പോലും പൊട്ടക്കാര്യം ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കർത്താവ് എനിക്ക് തന്ന ബോധ്യമോ ഇപ്പം കർത്താവ് തരാൻ പോകുന്ന വെളിപാടോ എന്തെങ്കിലും ആയിരിക്കും. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഇതാണ്, നമുക്കെപ്പോഴും ഈ കൃപ വർക്കൗട്ട് ചെയ്യണത് സ്റ്റാറ്റസ് ചേഞ്ചിങ്ങിലൂടെയാണ്. സ്റ്റാറ്റസ് ചേഞ്ചിങ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇതിൻ്റെ അകത്ത് എന്താണ് പറയണത്, ഒരു ഓപ്പറേഷനാണ്, ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സാണ്. സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുമ്പോൾ നിൻ്റെ മുഖം നല്ല പ്രസന്നമായിരിക്കണം. അല്ല അളിഞ്ഞ മോന്ത്യമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യരുത്. ദാറ്റ് മീൻസ് യു ആർ നോട്ട് അക്സെപ്റ്റിംഗ് ദാറ്റ് എന്നതിൻ്റെ അർത്ഥം. ദൈവം അതങ്ങനെ തന്നെ റീഡ് ചെയ്യും. പത്രം എണ്ണി നോക്കുകയോ ചിലർ, ഇനി 10 ഉണ്ടായിരുന്നു, 5 ഇനി എവിടെ കൊടുക്കാനാണ്? ആൾക്കാർക്ക് മാറിയിട്ട് വല്ല പള്ളിയിൽ കൊണ്ടുപോയി വല്ല വെച്ചു ഓടിക്കളയാമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഇവരെ എളിമപ്പെടുത്താതെ ഉടമ്പടിയുടെ ഒരു സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം എന്താണ്? അത് മേജർ പ്രോജക്റ്റ് അല്ലേ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്യണത്, ചെറിയ കാര്യങ്ങളല്ലല്ലോ. ഇപ്പോൾ റോഷ്യാൻ്റെ സാക്ഷ്യം എന്താ? റോഷ്യാനെ സംബന്ധിച്ചിടത്തോളം അവർ ഗേറ്റിൽ നെറ്റ് എഴുതിയിട്ട് ഒക്കണില്ല. കാര്യം അവർക്ക് വലിയ സ്കോളറാണ്, അവർക്ക് നല്ല അമ്പിയറുള്ള ആളാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, മെറിറ്റിൽ വന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉതച്ചിരിക്കുക. അവർ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിനൊന്നും മനസ്സിലാണില്ല. ഞാൻ ഏതൊക്കെ കാട്ടിക്കൂട്ടി പുറത്തിറങ്ങി. അവരുടെ കലിബറെല്ലാം കപ്പാസിറ്റി എല്ലാം ഇങ്ങനെ ഡാമേജായി പോവുകയാണ്. എൻ്റെ മക്കളെ, നമ്മുടെ കപ്പാസിറ്റി കലിബർ ഡാമേജ് ആകുമ്പോഴേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. എന്താണ്? ദൈവം എപ്പോഴും ചെയ്യണം, ഒരാളുടെ ഗ്രേസ് കൊടുക്കണമെന്ന് ദൈവം ചെയ്യണം, കൃപ കൊടുക്കണമെന്ന് ദൈവം ചെയ്യണത് അവരുടെ മസിലിനിടെ കൊട്ടും. മനസ്സിലായില്ലേ? മസിലിട്ട് കൊട്ടി. ഇപ്പം നമ്മൾ ആർമിയിലൊക്കെ പോയി ആൾക്കാർ പഴവും അതൊക്കെ ഉണ്ടൊക്കെ തിന്നിട്ട് പോയി ശ്വാസമൊക്കെ പിടിച്ചിട്ട് നെഞ്ചളവ് കൊടുക്കത്തില്ലേ? നെഞ്ചളവ് കൊടുക്കുമ്പോൾ അയാൾ അളക്കാൻ നേരത്ത് ശ്വാസം പിടിച്ച് നിൽക്കത്തില്ലേ? അപ്പോൾ അവരെന്നാ ചെയ്യും? അളക്കാൻ തന്നെ ആൾ പളക്കെട്ട് കുത്തും. അപ്പോൾ തന്നെ ഇവ ശ്വാസം പിടിച്ച് നിൽക്കണമെങ്കിൽ എല്ലാം പോകും. എന്നിട്ടാണ് അളക്കണത്. മനസ്സിലായി? അളവിന് മുമ്പ് പള്ളക്കെട്ട് കുത്തു വരും. എന്തിനാണ്? നീ ശ്വാസം പിടിക്കേണ്ട, ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് ആക്കി തീർക്കരുത്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും സ്വാഭാവിക പ്രവണത അതാണ്. എന്താണ്? ഇല്ലാത്തത് ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയല്ല എന്നിക്കുവഴി നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കും. കൃപ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഞാൻ കുറഞ്ഞ പുള്ളിയാണെന്ന് ഉള്ള കാര്യം അങ്ങോട്ട് തുറന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൃപ വർക്ക് ചെയ്യും. അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങയുടെ കൃപ ആർജിക്കുവാൻ എന്നെ എളിമപ്പെടുത്തണമേ. വിനയപ്പെടുന്ന സാഹചര്യത്തെ അംഗീകരിക്കാനുള്ള, അതിൽ അഭിമാനിക്കാനുള്ള അഭിഷേകം തരണമേ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഉടമ്പടിയുടെ ഒരു മെക്കാനിസം മനസ്സിലായില്ലേ മക്കൾക്ക്? അതായത് എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യേണ്ട രീതിയിൽ വന്നാൽ നമ്മൾ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നു. എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യത്തില്ല സ്റ്റാറ്റസ്. കൃപയാണ് വരാൻ പോകണമെങ്കിൽ സ്റ്റാറ്റസ് അപ്ഗ്രേഡ് ചെയ്യത്തില്ല, ഡീപ്രമോട്ട് ചെയ്യുള്ളൂ. ഇറ്റ്സ് വെരി ക്ലിയർ. ഇതിൻ്റെ വിഷയം അക്സെപ്റ്റ് ചെയ്യുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. അത് അമ്മയ്ക്ക് നല്ല ശരിക്കും അറിയാം. അതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തു. അവരെന്താ പറഞ്ഞത്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. അവർക്ക് 16 വയസ്സേ ഉള്ളൂ. അവർ വലിയ യൂണിവേഴ്സിറ്റിയിലും തിയോളജിയും പഠിച്ച ആളല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. അതുകൊണ്ട് ആത്മാവ് ഈ പറഞ്ഞ പോലെ 4:16 ഹെബ്രായ ലേഖനം എന്താ പറയണത്? വേണ്ട സമയത്ത് കൃപാവരവും കരുണയും നമ്മളിലേക്ക് ചൊരിയാൻ കൃപയുടെ സിംഹാസനത്തെയാണ് അവർ സമീപിക്കണമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ബോധ്യങ്ങളാൽ ഞങ്ങളെ പുനരഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കൾ, ഇതൊരു വാല്യൂ ആയിട്ട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും വലിയ വാല്യൂ ആണത്. മൂല്യം. ഈ മൂല്യം ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് വാല്യൂ ആണിത്. വിനയപ്പെടുക എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, നിന്നെ കല്യാണ വിരുന്നിനെ വിളിച്ചാൽ ചടിക്കറി മുമ്പിൽ ഇരിക്കരുത്. എന്താണ് മുമ്പിൽ ഇരിക്കുന്നതാണ് വാല്യൂ എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഒരു സെറ്റപ്പ്. അതാണ് നീ പോയി പുറകിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ദൈവരാജ്യത്തിൻ്റെ വാല്യൂ അതാണ്. ഞാൻ പറയണത് പുറകിൽ തന്നെ ഇരിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ മുമ്പിൽ വന്നിരിക്കാൻ ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരി, നമ്മൾ പുറകിൽ ഇരിക്കുന്നതിൽ നീ ദൈവ പെയ്തലാണെങ്കിൽ പുറകിൽ ഇരിക്കുന്നതിൽ നിനക്ക് ആത്മാവിൻ്റെ അഭിഷേക സന്തോഷമുണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയണത്. ആരും ഞാൻ പുറകിൽ ഇങ്ങനെ എളിമെന്നടിച്ച് പുറകിൽ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് എന്നെ മുമ്പിലിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഗമയുണ്ടാകുമെന്നൊന്നുമില്ല. ദാറ്റ്സ് അങ്ങനെയുള്ള ഗമസ്വപ്നങ്ങളൊന്നും വേണ്ട. ഞാൻ പുറകിൽ തന്നെ ഇരിക്കാം. കാര്യം എന്താ? എൻ്റെ കണ്ണ് കൃപയുടെ സിംഹാസനമാണ്. മനസ്സിലായില്ല? നാട്ടുകാരുടെ മടുത്തട്ടൊന്നുമല്ല. അതൊക്കെ ചീഞ്ഞു പോകും. എത്ര വലിയ മനുഷ്യരായാലും. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസംഗിച്ച് കേട്ടില്ലേ? എന്താണ്? ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. അത് ഒരു മുഖ്യമന്ത്രി നിസ്സഹായമായിട്ട് കോടിയേരിയുടെ ശവദാഹ സമയത്ത് ഹൃദയം നിറഞ്ഞ് പറഞ്ഞൊരു വാക്കാണ്, ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്രയും ആകുമ്പോൾ കമ്മ്യൂണിസം തിരികെ അവിടെ ചെയ്യാം. പക്ഷെ വിശ്വാസി കുറച്ചുകൂടി മുമ്പോട്ട് പോകും. എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എന്താ കാര്യം? നമുക്ക് മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്ത ഈശോയാണ്. അതുകൊണ്ട് ഈശോ കൈകാര്യം ചെയ്ത എല്ലാ വിഷയങ്ങളും എന്താണ്? പിതാക്കന്മാർ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ എല്ലാവരിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ. കൈയടിച്ച് കർത്താവ്. പ്രഗത്ഭന്മാരായ മനുഷ്യരുടെ എരിഞ്ഞടങ്ങിയ ചിതയിൽ ചവിട്ടിക്കൊണ്ട് വീണ്ടും വിശ്വാസം മുന്നോട്ട് പോവുകയാണ്. എവിടെയാണ് പോണത്? നിത്യത വരെ അവൻ സഞ്ചരിക്കും. ഇവിടെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. കാര്യം മനുഷ്യരാശിക്ക് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന എന്താ? നിത്യതയാണ്. നിങ്ങൾ നിത്യതയാണ് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം നിങ്ങൾക്ക് പല വിഷയങ്ങളില്ലേ നമുക്ക് ജീവിതത്തിൽ? പല വിഷയങ്ങളാണ് നമുക്ക്. കല്യാണത്തിൻ്റെ വിഷയം, വിവാഹം സമയത്ത് നടക്കാത്ത വിഷയം, ജോലി കിട്ടാത്ത വിഷയം, നമുക്ക് ജപ്തി നടപടി, വഴി കിട്ടാത്ത വിഷയം, വെള്ളം കിട്ടാത്ത വിഷയം, ഒത്തിരി എന്തെല്ലാം വിഷയങ്ങളാണ് ഉള്ളത്. എന്നിട്ട് ഈശോ എന്നാ പറഞ്ഞിരിക്കണത്? എന്നെ നിങ്ങൾ ഇതിലൊന്ന് കക്ഷിയാക്ക്. മനസ്സിലായില്ലേ? ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഈ ഇല്ലായ്മ പ്രശ്നത്തിലേ എന്നെ ഒന്ന് കക്ഷിയാക്ക്. ഉടമ്പടി നമ്മളെന്താ പറയണത്? നിങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പറയും ഇല്ലേ? വിശുദ്ധീകരിക്കണം. എന്തുകൊണ്ട്? എന്താ പറയണത്? എന്തുകൊണ്ട് അങ്ങനെ പറയണം? ഉടമ്പടിയിൽ നിങ്ങളെ വിശുദ്ധീകരിക്കണം എന്ന് പറയാൻ കാര്യം എന്താണ്? ഉടമ്പടി രണ്ട് കക്ഷികൾ തമ്മിലുള്ള ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്.
ഇതം പ്രഥമമായി നീ ദൈവത്തെ ഒരു കക്ഷിയായിട്ട് മറുകക്ഷിയായിട്ട് ദൈവവും നീയും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ വരികയാണ്. എഗ്രിമെൻറ്റ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ ഈ ഉടമ്പടിയുടെയൊക്കെ സാക്ഷാത്കാരങ്ങളിൽ നമ്മുടെ IELTS പാസ്സാകണതും നമുക്ക് ജോലി കിട്ടണതും PR വെക്കണതും അല്ല, മാത്രമല്ല നിത്യത വരെയുള്ളതിൻ്റെ പാക്കേജാണ്. കുർബാന സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, നിത്യതയാണ്. ഒരു വ്യക്തി ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ക്രിസ്തുക്കപ്പെട്ട സാഹചര്യത്തിൻ്റെ ആത്യന്തികമായ ദൈവിക ലക്ഷ്യത്തെ ബഹുമാനത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കൊണ്ട് നിത്യജീവന് വേണ്ടി ജീവിച്ചാൽ ആ നിമിഷം മുതൽ നിൻ്റെ അനുദിന ജീവിതത്തിന് ദൈവം തീരുമാനം ഉണ്ടാക്കും. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഉടമ്പടിയിൽ പിക്കപ്പ് പുരോഗമിക്കുന്ന അനുസരിച്ച് കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിത്യതയെക്കുറിച്ചുള്ള ആശയങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളുകയും പുതിയ ബോധ്യങ്ങൾ രൂപപ്പെട്ടു വരികയും ചെയ്യണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകത്തില്ലേ? എല്ലാം എത്ര ഭയങ്കര ഗംഭീരമായ സങ്കടമായിട്ട് അവതരിപ്പിച്ചിട്ട് അവർ അവസാന സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉടമ്പടിയിൽ നടക്കും. എന്താ കാര്യം? ഉടമ്പടിയിൽ മറുകക്ഷി ആരാണ്? ദൈവമാണ്. നിങ്ങൾ ദൈവവുമായിട്ട് ഒരു കക്ഷി ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് വിശുദ്ധീകരണം ആവശ്യമായി വരണത്. പിടികിട്ടിയോ? ചില ആൾക്കാർ കുമ്പസാരിക്കണം എന്തിനാണ്? കുർബാന സ്വീകരിക്കാനാണ്. അവരുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വേറൊരു അനുഷ്ഠാനം ചെയ്തിട്ട് യാന്ത്രികമായിട്ട് പോകുന്ന ആൾക്കാർ കൊണ്ട് അതുകൊണ്ട് അവർക്ക് ഏണിംഗ് ഒന്നും ഉണ്ടാകണില്ല. എന്താ കാര്യം? അവർ ബോധ്യത്തോടു കൂടിയല്ല ജീവിക്കണത്. അനുഷ്ഠാനത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ അവർ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പോവുകയാണ്. സിസ്റ്റം ഫോളോ ചെയ്യണതല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് കുർബാന പോലും കർത്താവ് ഉടമ്പടിയായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അല്ല ഒരു പ്രാർത്ഥനാ വിധിയായിട്ടല്ലല്ലോ, ഉടമ്പടിയല്ലേ. ഇത് പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ? ക്രിസ്തു വന്നാൽ ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അതായത് നിന്നെ കക്ഷിയാക്കണമെങ്കിൽ ദൈവത്തിന് ഉടമ്പടിയാണ്. നിന്നെ ഒരു ചുമ്മാ ഒരു വിശ്വാസിയാക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ റാങ്കിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. പക്ഷേ വിഷയമുള്ളത് എന്താണ്? അത് കിട്ടിയാൽ കിട്ടി, കിട്ടണമെന്ന് നിർബന്ധമില്ല. നീ ഒരു വിശ്വാസിയല്ലേ. ഇവിടെ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇത് റാൻസം, ഇത് ഈ ഫെയ്ത്ത് റാൻസമിൻ്റെ ഫെയ്ത്താണ്. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണമുള്ള കുഴപ്പമാണ്. ആരുടെയും പേരല്ല. ഈ മോചനദ്രവ്യത്തിനാണ് റാൻസം എന്ന് പറയുന്നത്. മോചനദ്രവ്യം. ഇപ്പം നമ്മൾ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണം. ഇപ്പം 5 കോടി രൂപയൊക്കെ വെക്കാൻ പറഞ്ഞില്ലേ? PFI 5 കോടി രൂപ വെക്കാൻ പറഞ്ഞില്ലേ ജാമ്യത്തിൽ ഇറക്കാൻ? ഇല്ലേ, ജാമ്യത്തിൽ ഇറക്കാൻ 5 കോടി രൂപ. 5 കോടിയൊക്കെ കൊണ്ട് തരുമെന്ന് അറിയത്തില്ല. അപ്പോൾ അതിനാണ് റാൻസം എന്ന് പറയണത്, മോചനദ്രവ്യം. കർത്താവ് 5 കോടിയല്ലല്ലോ വെച്ചത്. നമ്മൾ ജാമ്യത്തിൽ ഇറക്കിയിരിക്കണം 5 കോടി കൊണ്ടാണോ? അല്ല. 50,000 കോടി കൊണ്ടാണോ? അല്ല. വിലമതിയാത്ത രക്തത്താൽ അവന് വിലക്ക് വാങ്ങി കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 6:20. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് വിലയാണ് കൊടുത്തത്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. റാൻസം പേ ചെയ്തിരിക്കുന്നത് ആരാണ്? ആളാണ്. എന്ത് വിലയാണ് കൊടുത്തത്? 1 പത്രോസ് 1 ലേഖനത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യം. 1 പത്രോസ് 1:18. ശ്രുതികട്ടെ ഹല്ലേലൂയ. 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്നിടേറ്റ് പറഞ്ഞ പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അമൂല്യ രക്തം കൊണ്ടത്രേ. വിലക്ക് വാങ്ങപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ആ അമൂല്യ രക്തത്തിൻ്റെ വിലയെന്ന് വെച്ചാൽ കറയോ കളങ്കമോ ഇല്ലാത്തതാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത അമൂല്യമായ രക്തം, വിലമതിയാത്ത രക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മൾ വിലക്ക് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഈ ഇക്കോണമി വർക്ക് ചെയ്യണത്, റിഡംഷൻ ഇക്കോണമി, അതായത് നമ്മളെ രക്ഷാകരമായ ആ ഒരു ശാസ്ത്രം വർക്ക് ചെയ്യണത് റാൻസമിലായിരിക്കും. എന്താണ്? മോചനദ്രവ്യത്തിലായിരിക്കും. എൻ്റെ മക്കളത് താത്വികമായിട്ട് മനസ്സിലാക്കണം. കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ നനയാൻ മീൻ പിടിക്കാൻ പറ്റുന്നതൊക്കെ ഇവിടുന്ന് പായിക്കണത്. ഉടമ്പടി എടുത്തതാണ്, പുതുക്കിയതാണ്, നോക്കട്ടെ എന്നൊക്കെ പറയവേ. എന്താ കാര്യം? ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവരത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ? ചുമ്മാ വയറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രം ഇപ്പോൾ ഓടി അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണോ? എല്ലാം നോക്കും. ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം. അതാണ് പ്രശ്നം. ചുമ്മാ ഒരു ജഡിക സന്തതിക്കുന്നത് അയാൾ പറഞ്ഞ പിതാക്കന്മാരുടെ രീതി അനുസരിച്ച് വ്യർത്ഥമായ ജീവിത രീതി എന്നല്ലേ കണ്ട എഴുതിയിരിക്കണ 10 ദിവസം എന്നാ മിടുക്കായിട്ടിരിക്കണത്. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പോൾ മനുഷ്യന്മാർ കുറേ ആചാരാനുഷ്ഠാനങ്ങളും പല രീതികളും മാമൂലൊക്കെ വെക്കും. വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ആൻഡ് ദിസ് ഇറ്റ് ഈസ് പേയ്മെൻറ്റ്. മനസ്സിലായില്ലേ? ക്രിസ്തു പേയ്മെൻറ്റ് നടത്തിയിട്ടാണ്. ഈ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മുടക്കിയവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അന്ത്യകാലം വരെ ആ ഒരു ബോധം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അവൻ പേയ്മെൻറ്റ് നടത്തിയത് നിങ്ങൾക്ക് IELTS പാസ്സാകാൻ വേണ്ടി മാത്രമാണ്, നിങ്ങളുടെ വസ്തു വിൽക്കാൻ വേണ്ടി മാത്രമാണോ? നിങ്ങളുടെ പണ്ട് നല്ല പെണ്ണിനെയും ചെറുക്കനെയും കിട്ടാൻ വേണ്ടിയാണോ അവൻ വിശുദ്ധമായ രക്തം വീണ്ടെടുക്കുക അവൻ കൂടെ മുടക്കിയത്? ദാറ്റ് മീൻസ് യു മസ്റ്റ് നോ ബൈ നോ മീൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എനിക്ക് നിത്യത തരാൻ വേണ്ടിയാണ്. സോ നിങ്ങൾ നിത്യജീവിതത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവിക പദ്ധതിയെ സ്നേഹിച്ചു. ദൈവ പദ്ധതിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ അട്ടിമറിച്ച് ആദ്യ പാപത്തിന് വക്താക്കളെ നിങ്ങൾ എതിർക്കുന്നു. കൈയിട്ടിച്ച് കിടത്താൻ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ മോചനദ്രവ്യം എന്നുള്ളത്, റാൻസം എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികതയിൽ അവിഭാജ്യമായൊരു ഘടകമാണ്. മോചനദ്രവ്യം എന്തുമാകാം. പക്ഷേ നിൻ്റെ അൾട്ടിമേറ്റ് എയിം, ആത്യന്തികമായ നിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? നിത്യമായ വീണ്ടെടുപ്പ് നടത്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന ഒരു ആധ്യാത്മിക ജീവിതമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ എൻ്റെ ദൈവ പൈതലേ, എന്തെങ്കിലും സ്റ്റാറ്റസ് ചേഞ്ച് വരുമ്പോൾ, ഒരു സ്റ്റാറ്റസ് ചേഞ്ച്, ഇപ്പം ഈ ഇക്കോണമി കണ്ടല്ലോ, സ്റ്റാറ്റസ് ചേഞ്ചിലൂടെ ഉണ്ടാക്കിയിട്ടെടുത്തുള്ള വരുമാനമാണ്. ക്രിസ്തു വരുമാനം ഉണ്ടാക്കുന്ന മാർഗം നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താണ്? പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തു, അല്ലേ? അവൻ ദാസനായി. പിന്നെന്താണ്? മരണത്തോളോ, പിന്നെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്ത് കുരിശുമരണത്തോളോ തന്നെ താഴ്ത്തി. ഇപ്പം നമ്മളുടെ മെരിറ്റ് പോകുമ്പോൾ നമ്മുടെ പെയിൻറ്റ് പോകും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യൻ്റെ സാക്ഷ്യത്തിൻ്റെ ബയോളജി എന്താണ്? റഷ്യൻ നല്ല പിക്കപ്പിൽ ഇങ്ങോട്ട് വരികയാണ്. ഒരു 90, 95, 97 റാങ്കിൽ വരികയാണ്, മാർക്കിൽ വരികയാണ്. പക്ഷേ നെറ്റും ഗെറ്റും എഴുതിയപ്പോൾ നോവെയറായിപ്പോയി, ഒരിടത്തും എത്തിയില്ല. അപ്പോൾ കോൺഫിഡൻസ് പോയി. മനസ്സിലായില്ലേ? ഈ കോൺഫിഡൻസ് പോകുമ്പോൾ നമ്മൾക്ക് ഈ കോൺഫിഡൻസ് വിറ്റ് അത് മിക്കവാറും ഈ സ്ക്രാപ്പ് ഐറ്റംസൊക്കെ എടുത്തുള്ളൂ ദൈവം. നമുക്ക് കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകണത്? നമുക്ക് വിൽക്കാൻ വേണ്ടി എന്താണ് കൊടുക്കാനുള്ളത്? നിരാശ, ഇല്ലേ? കോൺഫിഡൻസ് പോകുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നത്? നിരാശ, പിന്നെ സങ്കടം, പിന്നെ പറ്റിപ്പോയില്ല എന്നുള്ള ഇച്ഛാഭംഗം, ഇങ്ങനെ കുറേ നെഗറ്റീവ് സ്ക്രാപ്സ് ഉണ്ടാവും. ഈ സാധനമാണ് വിൽക്കേണ്ടത്. അല്ലാതെ ഇത് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ഞാൻ ഇത്തരം നാളെല്ലാം ഓക്കെ ആയിട്ടിരുന്ന ആളാണല്ല, ഞാനെല്ലാം 87, 90 മാർക്ക് മേടിച്ചിരുന്ന ആളല്ല,
ഞാൻ ഈ മാർക്ക് ലിസ്റ്റ് പോലും ആരെയും കാണിക്കില്ല. എൻ്റെ കൂട്ടുകാരെ എന്നെക്കുറിച്ച് എന്നാ വിചാരിക്കും, അവരുടെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള സ്റ്റാറ്റസ് അവർ ഡീപ്രമോട്ട് ചെയ്താൽ എന്നാ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കാണിക്കാതെ എങ്ങനെ ഇരിക്കുമോ സംഭവം. അച്ഛൻ പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണെന്നുള്ളത് കൂട്ടുകാരറിയണമെങ്കിൽ അറിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആധ്യാത്മികമായിട്ട് അതിനൊരു 10-80 മാർക്കോളം കിട്ടും. എന്താ കാര്യം എന്നറിയാവുക, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ ഐക്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന നെഗറ്റീവ്സ്, കാര്യം നെഗറ്റീവ്സ് എല്ലാം എടുത്തതല്ലേ ക്രിസ്തുവിൻ്റെ വിജയം. ക്രിസ്തുവിന് മാത്രമേ, ഈ മനുഷ്യന്മാർക്കാണല്ലേ ഈ പോസിറ്റീവ് എല്ലാം എടുത്തിട്ട് ആനക്കാര്യമാണെന്ന് പറയണത്. എത്ര ആനക്കാര്യമായാലും കഥയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴേ ക്രിസ്തു എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഈ വാല്യൂ സിസ്റ്റം അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആക്കി കളഞ്ഞ്, മനുഷ്യൻ മ്ലേച്ഛം, മനുഷ്യൻ ന്യൂനം, മനുഷ്യൻ വിലയില്ലാത്തതെന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ എടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് കൊടുത്ത് പർച്ചേസിങ് നടത്തി. കൃപയുടെ പർച്ചേസിങ് നടത്തുന്നത് എങ്ങനെയാണ്? അത് പൗലോസിന് ആ കാര്യം മനസ്സിലായി. പൗലോസിന് ഇതിൻ്റെ ഗുട്ടൻസ്, ഈ ബിസിനസ്സിൻ്റെ ലാഭം എങ്ങനെയാണ് പോകണമെന്നുള്ളത് മനസ്സിലായി. മനസ്സിലാക്കിയ പൗലോസ് എന്നാ ചെയ്തെന്ന് വെച്ചാൽ, പൗലോസ് ഈ അപ്പ് ആൻഡ് ഡൗൺ വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്തതിൻ്റെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഫോർമുല എടുത്തിട്ട് പൗലോസ് എന്നാ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ കഷ്ടങ്ങളിൽ, ക്ലേശങ്ങളിൽ, സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്തതിൽ എനിക്ക് വന്നുപെട്ടു പോയിട്ടുള്ള എല്ലാവിധ സങ്കടങ്ങളെയും ഞാൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കുന്നു. കൈയിടിച്ച് കർത്താവിനെ കൊളോസ്യൻസ് 1:24. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഈ ഇക്കോണമി ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്നാമത്തിൽ ഇങ്ങനെ പറയണം നുണയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടൊരു നുണ, അസൽ നുണ പറയിപ്പിക്കുകയാണ്. എന്താ കാര്യം അറിയാവോ? ഇങ്ങനെ എന്താ പറയണത്? ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് പറയണത് നുണയാണെന്ന് പറയണത് എൻ്റെ കയ്യിരിപ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ പറയണ സംഭവം എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെയൊക്കെ കുറേ പരാജയങ്ങൾ വന്നൊരാളാണ് ഈ പൗലോസ് എന്ന് പറഞ്ഞ ആൾ. ഒത്തിരി പരാജയങ്ങൾ വന്ന് തുണിയില്ലാണ്ടൊക്കെ ഈ ആൾക്കാരൊക്കെ തല്ലിയിട്ട് നദിയിലൊക്കെ വെച്ച് തല്ലി വള്ളമൊക്കെ മറിച്ച് കളഞ്ഞിട്ട് പുള്ളിക്കാരൻ എല്ലാം നഷ്ടപ്പെട്ടൊക്കെ നീന്തിയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ കുറവുണ്ട്. ഇയാൾ വലിയ ബിഷപ്പിൻ്റെ റാങ്കുള്ള ആളാണെങ്കിൽ നീന്തിക്കയറേണ്ടത് നിക്കർ പോലും ഇല്ലാതെയാണ്. അത് കടന്നുപോയ വഴികളാണ് പറയണത്. എൻ്റെ കുറവെന്ന് പറയണില്ലേ, കടന്നുപോയ വഴികളാണ്. ഒരു പ്രാവശ്യം ഈ മനുഷ്യൻ ഇതുപോലെ ബൈബിളും പോയി പുതപ്പും പോയി എല്ലാം കടലിൽ ഒഴുകി പോയിട്ട് മാൾട്ടായിൽ അവസാനം അടിഞ്ഞ് ഡെഡ് ബോഡി പോലെ അടിഞ്ഞ് വന്നപ്പോഴാണ് ഈ മനുഷ്യനെ അണല് കടിച്ചത്. അണല് കടിച്ച മൊത്തം ആൾക്കാർ മരിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ദ്വീപവാസികൾ പറയും ഇപ്പച്ചാകുമെന്ന്. വിശ്വാസി കാണുമ്പോൾ എല്ലാവരും പറയും ഇപ്പച്ചാകുമെന്ന്. ചാകത്തില്ല വിശ്വാസി. അങ്ങനെ ഒരു സാധനമാണ് വിശ്വാസി. കൈ ഇടിച്ച് കർത്താവിനെ വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. നമ്മൾ 28 വായിക്കുമ്പോൾ, നടപടി പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 27 വായിക്കുമ്പോൾ, ഈ അണലിപ്പാമ്പ് കടിച്ചിട്ട് പെട്ടെന്ന് നീതി വെച്ച് ബോധം കെട്ട് വീണ് ചത്തുപോകുന്ന ഒരു വ്യക്തിയെ കാണാൻ വേണ്ടി അയാൾ ആ ദ്വീപവാസികൾ ഇരുട്ടത്ത് പാത്ത് നിൽക്കാറുണ്ട്.
പൗലോസ് ആ കുപ്പയിലേക്ക് ഇതിനെ കുടഞ്ഞിട്ടിട്ട് പിന്നെയും കാഞ്ഞുകൊണ്ടിരിക്കും. കടിച്ചിട്ടും ഈ ആ മനുഷ്യന് ഒന്നും സംഭവിക്കാത്തത് കാണുമ്പോൾ ദ്വീപവാസികൾ അടുത്ത് വരും. എന്നിട്ട് ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടോ, ആർ യു ഗോഡ്? നിങ്ങൾ ദൈവമാണോ? അപ്പോൾ പൗലോസ് പറയും, ഐ ആം നോട്ട് ഗോഡ്. പക്ഷേ ദൈവത്തെക്കുറിച്ച് ഞാൻ പറയാം. ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നിന്നെ ക്ലേശങ്ങളിലൂടെ കർത്താവ് വിടുന്നതെങ്കിലും ദൈവപൈതലേ, യു മസ്റ്റ് റിയലൈസ് ഇറ്റ്. നീ അത് തിരിച്ചറിയണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ വരുമ്പോൾ വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസത്തിനായി നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വേദപുസ്തകം ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. എന്താണ്? എവിടെയെങ്കിലും നീ ഡീപ്രമോട്ടായി പോവുകയാണെങ്കിൽ, നിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അതുമൂലം നിനക്ക് നിരാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കടമോ വന്നു കഴിഞ്ഞാൽ നീ അത് വേസ്റ്റ് പോലെ വലിച്ചെറിഞ്ഞ് കളയരുത്. നീ അതിനെ കളക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കൂടെ കൂട്ടിവെച്ചിട്ട് കുരിശിനെ കൃപയാക്കണം. കൈയിട്ടിച്ച് കർത്താൻ നിന്റെ കുരിശോട് ചേർത്ത് വെച്ച് കൃപ പ്രാപിക്കുവാൻ വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ, വിശ്വാസത്തിനായി നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതറാതെ, വിശ്വാസിയെ പതറാതെ. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട മക്കളെ, ഇപ്പോഴും റോഷാൻ്റെ സാക്ഷ്യം പോലെ എങ്ങനെ ഈ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം അതെങ്ങനെയാണ്? കുറേ ഇങ്ങനെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ആണിത് പോണത്. നെറ്റിനും അതുപോലെ തന്നെ ഗേറ്റൊക്കെ എഴുതിയിട്ട് ഇവൾ പരാജയപ്പെടുകയാണ്. കാര്യം ഷോർട്ട് ലിസ്റ്റ് വരുന്നില്ല, പരാജയപ്പെടുന്നില്ല, ഷോർട്ട് ലിസ്റ്റ് വരുന്നില്ല. അപ്പോൾ കോൺഫിഡൻസ് പോകുന്നു. അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഉടമ്പടി എടുക്കാൻ വേണ്ടി റോഷൻ ഇവിടെ വരുമ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട് സാക്ഷ്യത്തിൽ, ഞാനിവിടെ വരാനുള്ളത് താമസിച്ചു പോയെന്ന്. വന്ന് ചവിട്ടിയതേ ഉള്ളു. അവൾ കിട്ടിയ അഭിഷേകം കൊണ്ട് അവൾ പറയണാണ്, ഞാനിവിടെ വരാൻ താമസിച്ചു പോയെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അവൾ വരാൻ താമസിച്ചു പോയി എന്നുള്ളത് ഒരു ആന്തരിക ജ്ഞാനമാണ്, ആന്തരിക അനുഭവമാണ്. ഇവരിങ്ങനെ അതുതന്നെ എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇവർ മാത്തമാറ്റിക്കൽ ബ്രെയിൻ കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. എല്ലാം മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. അവരിങ്ങനെ ഹിസ്റ്ററി സ്റ്റുഡൻസിനെ പോലെയല്ല. ഇപ്പം ഞാനൊക്കെ ഹിസ്റ്ററി സ്റ്റുഡൻറ്റാണ്. ഹിസ്റ്ററി പോലെയല്ല എന്തെങ്കിലും എഴുതി ഒപ്പിക്കാൻ പറ്റത്തില്ല. അത് കറക്റ്റ് മാത്തമാറ്റിക്കൽ എഴുതാൻ പറ്റത്തുള്ളൂ. തെറ്റിയാൽ ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് കിട്ടും. അപ്പം ബ്രെയിൻ സെറ്റ് അതാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ ആ ഫോർമാറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ആ വിഷയം എടുത്താൽ അതിൻ്റെ രീതിയിൽ ഉള്ള പ്രിസൈസ് ഷാർപ്നെസ് കാണിക്കും. അവരെന്നത് അവരെന്നാ ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർ ഓൺലൈൻ ഉടമ്പടി ഇവിടെ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ ലിങ്കുകൾ, അമ്മ എന്ന് പറയുന്ന ലിങ്കിന് കുറേ അധികം സാധ്യതകൾ. നിങ്ങളാദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് അമ്മയുമായിട്ട് നിങ്ങളൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ, അവൻ പറയണ പോലെ ചെയ്യാമെന്ന് നിങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തിയാൽ, അമ്മയായിരിക്കും ആദ്യം നിങ്ങളുടെ പ്രഖ്യാപനം വേരിഫൈ ചെയ്യണത്. വേരിഫൈ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും നിങ്ങളത് ചെയ്യുമെന്ന്. ചില ആൾക്കാരുടെ പേപ്പർ കാണുമ്പോൾ തന്നെ പറയും, ഇത് ഇവിടെ ജന്മത്തിൽ ചെയ്യത്തില്ല, ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ആർക്കാണ്ട് ഏതാണ്ട് കിട്ടിയതെന്ന് പറഞ്ഞ് കെട്ടിയെടുത്ത് ഇറങ്ങിയിരിക്കണം എന്ന് പറയും. അവിടെയാണ് പ്രോബ്ലം വരുന്നത്, അവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ ആദ്യം തന്നെ നോക്കണത് അമ്മയായിരിക്കും സാധനം. കാര്യം അമ്മയാണല്ലോ ഇതിൻ്റെ മധ്യസ്ഥ എന്ന് പറയണത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി പരിശോധിക്കണം അമ്മയായിരിക്കും. അമ്മ പരിശോധിക്കുമ്പോൾ തന്നെ അമ്മയ്ക്കറിയാം ഇത് ചുമ്മാ ആൾക്കാണ്ട് എന്തൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് സാക്ഷ്യം കണ്ടിട്ട് ഇവരിതൊന്നും ചെയ്യാൻ പോണില്ല, ഇവരിതിൻ്റെ അകത്തുനിന്ന് ഇൻവെസ്റ്റൊന്നും ചെയ്യത്തില്ല,
ഇവർ ഈശോ പറഞ്ഞ വചനം ജീവിക്കത്തൊന്നുമില്ല. പിന്നെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് അങ്ങനെ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഇതെല്ലാം റീഡ് ചെയ്യും. പക്ക റീഡിങ്ങാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഇടിപെട്ട അനുഭവം വരാൻ കാര്യം എന്താണ്? ദൈവം അവർ പരീക്ഷ എഴുതിയില്ലെങ്കിലും ജയിച്ചതായിട്ട് കണക്കാക്കുകയാണ്. എന്താണ്? അവരത് വൃത്തിയുമ്പനായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ അടുത്താണ് എൻ്റെ മക്കൾ വരുന്നതെന്നുള്ള ഓർമ്മ വേണം. കൃപാസനത്തിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വരുമ്പോൾ വിഷയം മാറും. നിങ്ങൾ വന്നിരിക്കണം, നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുകയാണ്. ദൈവം വിളിച്ച് തന്നോട് ഉടമ്പടി ചെയ്ത്, അതുകൊണ്ടാണ് ദൈവം നിന്നോട് വിശുദ്ധി കീപ്പ് ചെയ്യാൻ പറയണത്. വിശുദ്ധി കീപ്പ് ചെയ്യാൻ നിന്നോട് മാത്രമല്ല, ദൈവം ഉടമ്പടി എന്നെല്ലാം ദൈവം ആരോടെല്ലാം എടുത്തിട്ടുണ്ട് അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയും? ബി ഹോളി. എന്താ കാര്യം? ആസ് ഐ ആം ഹോളി. ഇപ്പം ലെവയ പുസ്തകം ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ശുദ്ധ ലെവയ 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉടമ്പടിയുടെ ഫസ്റ്റ് ഫോർമാറ്റ്. 11:45. നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഏത് ഫറവോയാണെന്ന് പറഞ്ഞാൽ എക്കാലത്തും ഫറവോമാരുണ്ടാകും. ഒരു സംശയമില്ല. സഭയ്ക്കും എന്തുമാത്രം ഫറവോമാരാണ് ഉള്ളത് എല്ലാ കാലത്തും. ചില ഫറവോമാർ പറയും ഞായറാഴ്ച കുർബാനയ്ക്ക് പറയാൻ ലഹരി മോചന ക്ലാസ് നടത്തിയാൽ മതി എന്ന് പറയും. അതും ഫറവോയാണ്. ഓരോ കാലത്ത് ഇങ്ങനെ ഓരോരോ തരം ആൾക്കാർ വരും. പണ്ടുള്ള കാര്യമല്ല, ഇപ്പോഴും അത് തുടരുന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഫറവോമാരെ ഒന്നും കണ്ട് നമ്മൾ പേടിക്കത്തില്ല. കാര്യം എന്താണ്? നമ്മളങ്ങനെ തീയിലൂടെ ചവിട്ടി ഫറവോമാരെല്ലാം ഒതുക്കി പോകുന്നതിലുള്ള ആൾക്കാരല്ലേ. ഇത് വിശ്വാസിയുടെ ജീവിതമാണ്. കൈ ഇടിച്ച് കിടത്താൻ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. 11:45 ലേവയ. നിങ്ങളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കർത്താവാണ് ഞാൻ. കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഒരു എന്താണ് ഒരു രഹസ്യം പറഞ്ഞ കേട്ടില്ലേ? അതാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. റീഡ് ഇറ്റ്. 11:45. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന്, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന്, നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ആനയിച്ച കർത്താവ് ഞാനാകുന്നു. നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ്. മോസസിനോട് പറയണം. ഈ പരിശുദ്ധി നമ്മൾ ഈ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീപ്പ് ചെയ്യണം. എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ദേശം നിനക്ക് തരും, മക്കളില്ല, വീടില്ല, സങ്കടമാണ് എന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാം ഉള്ളതുപോലെയാണ്. പക്ഷേ നീ എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ വേണ്ട സമയത്താണ് ഞാൻ നിനക്ക് തരണത്. നിനക്ക് പുത്രൻ ജനിക്കും, ഞാൻ വീണ്ടും നിന്നെ സന്ദർശിക്കാം എന്ന് എബ്രാഹത്തിനോട് പറയുമ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആരാണെന്ന് നീ ആദ്യം മനസ്സിലാക്കണം. എപ്പോഴും പറയും ദൈവം, അത് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആരാണെന്നല്ല മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത് അയാൾ ആരാണെന്ന് മനസ്സിലാക്കണം. ദൈവം പറയും, ഞാൻ നിൻ്റെ പേര് പറയാൻ പറയുമ്പോൾ പറയും, ആയിരിക്കുന്നവൻ ഞാനാണ്, നീ എന്തിനാണ് എൻ്റെ പേര് ചോദിച്ചത്? പേരിൻ്റെ അപ്പുറത്താണ് ഞാൻ, ഒരു പേരിൽ ഒതുങ്ങാത്ത ആളാണ് ഞാനെന്ന് പറയും. എല്ലാ ലോകത്തുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു പേരിൽ ഒതുങ്ങണതാണ്. പേരിട്ടാൽ നമുക്കതിനെ ഒതുക്കാം, ഹാൻഡിയാകും. പക്ഷെ ഒരു പേരിൽ ഒതുങ്ങാൻ പറ്റാത്തവനാണ് എബ്രാഹത്തിനോട് പറയണത്. അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയും ശക്തിയും എന്ന് പറയണത്. അതുകൊണ്ട് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കണം. എബ്രാഹത്തിനോട് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് മോസസിനോട് പറയണത്. ഈജിപ്തിൽ നിന്ന് നിന്നെ ഇടിവെച്ച് നീ ഒരുത്തനെ കൊന്നില്ലേ,
നീ കൊലപാതകയുടെ ബ്രാൻഡഡായി, നീ ബ്രാൻഡഡ് കൊലപാതകയായി. പക്ഷെ അതിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിന്നെ കണ്ണുവെച്ച് കൈവച്ച് കഴിഞ്ഞാൽ നീ വിശുദ്ധനാവും. പക്ഷേ നീ എന്ത് ചെയ്യണം? ഹൊറബിലേക്ക് വിളിക്കുമ്പോൾ പറയും, പഴയ കാലങ്ങൾ അങ്ങ് മാറുകയാണ്, ചെരുപ്പ് ഊരി വെച്ചേക്കുക. നീ നടന്നു വന്ന വഴികളിലൂടെ ചെരുപ്പ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എന്താണ് കാരണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അപ്പോൾ ഉടമ്പടിയുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ യാത്രയുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ ഉടമ്പടി അങ്ങനെ ചെയ്ത് കൂട്ടും. വിശുദ്ധിയുടെ ജീവിതത്തിൽ 0 പോയിൻ്റ് നിന്ന് കഴിഞ്ഞാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ ഇത്തിരി താമസിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ഒരു ബോധപൂർവം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്ഡ്. പക്ഷെ അതിനൊരു മാനസികാവസ്ഥയും സത്യസന്ധതയും നമ്മൾ ഉടമ്പടിയോട് കാണിക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയുടെ കൂടെ ആയിരിക്കാനും ഒരു മറുകക്ഷിയായി നിന്നോട് ഒരു ഉഭയകക്ഷി ഉടമ്പടി ചെയ്യാൻ ആവശ്യമായ വിശുദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമേ, വളർത്തണമേ, അഭിഷേകം ചെയ്യണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. പ്രിയമുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ രോഗങ്ങളുടെ മേലിൽ ദൈവികമായി ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് രോഗമാണ് സൗഖ്യപ്പെടേണ്ടത്? ആ രോഗത്തിൽ നിൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ഒന്നും സാധ്യമില്ലാത്ത ഈശോ എല്ലാം സാധ്യമാകുന്നു. ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ, നിൻ്റെ വിശുദ്ധമായ വലതുകരം കർത്താവേ, മക്കളുടെ രോഗമുള്ളിടത്ത് മക്കൾ കൈവച്ചിരിക്കുന്ന ഇടത്ത് കർത്താവേ നിൻ്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലത് കരത്തെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പട പോലെ വൈത്താക്കാലം ദൈവികമായ ശക്തി ഉള്ളക്കാല് മുതൽ ഉച്ചവരെ കർത്താവ് പ്രസരിക്കട്ടെ. കാൻസർ രോഗങ്ങൾ കർത്താവ്, പലതരത്തിലുള്ള കരൾ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ള രോഗങ്ങൾ കർത്താവേ, അറിവിൻ്റെ എല്ലാ അവയവങ്ങളെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പഠനപരമായ കാര്യങ്ങൾ, പരീക്ഷാ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ കാര്യങ്ങൾ, ജോലി യാത്രകൾ, തിരിച്ചുവരവ് എല്ലാം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. വിവാഹം കഴിക്കാത്തവര്, ഒത്ത പങ്കാളിയെ ലഭിക്കാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ കോടതിയിൽ ജീവിതം വലയുന്നവര് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവ് മക്കളുടെ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങളും കുടുംബത്തിൻ്റെ ദോഷങ്ങളും തടസ്സങ്ങളും കർത്താവ്, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ജോലി ലഭിക്കുന്ന അവസ്ഥകൾ
കർത്താവ് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം കർത്താവ് വിസ ലഭിക്കാത്തവരെ, കർത്താവ് യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, ഇമിഗ്രേഷൻ പാസ്സാകാത്തവരെ, കർത്താവ് എന്തെല്ലാം നൈയാമികമായ സാങ്കേതികമായ തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഏതെങ്കിലും പ്രാർത്ഥനകളിലേക്ക് അച്ഛനോട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കർത്താവിൽ സമർപ്പിക്കേണ്ട സമയമാണ്. പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അവരെ കർത്താവ് കാണിക്കുന്നുണ്ട്, അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അപകടമില്ല, അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട്. വേഗുലപ്പെരണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ സിസ്റ്റ് കിടക്കുന്നവരുണ്ട്, അവർ കാണിക്കുന്നുണ്ട് കർത്താവ്. ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിലെ ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വൃഷണങ്ങളിലുണ്ടാകുന്ന ബീജത്തിൻ്റെ വറ്റല്, കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചില ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ, അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത്, അതിന് ജോലി സാധ്യത കുറവാണല്ലോ, വേറെയാണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കർത്താവെ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം കൊടുത്ത ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പാണ്ടുകൾ, ചുണ്ടേൽപ്പാണ്ടുകൾ, മുടികൊഴിച്ചിലുകൾ, കണ്ണിന് കഴുപ്പുള്ളവർ, കണ്ണ് തിവിരം കയറുന്നവർ, ചെവിക്ക് കേൾവിയില്ലാത്തവർ, തൊണ്ടയിൽ മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, കർത്താവ് എല്ലാ രോഗങ്ങളുടെ പേരും കർത്താവിൻ്റെ ആധിപത്യം ഉറപ്പിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി അതി സൗഖ്യം പ്രാപിക്കട്ടെ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. ഒരു നിമിഷം വീണ്ടും മൗനമായി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. സ്ഥലം, അളവ്, ഭാഗ ഉടമ്പടി, വഴിയില്ലാത്ത അവസ്ഥകൾ, വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എവിടേക്കാണ് നിനക്ക് നിൻ്റെ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ, അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, എപ്പിലെപ്സി രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടിസം രോഗങ്ങൾ,
എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അടയാളം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 സദയം തൊഴേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊഴേ സുഖമായി